അപ്പം ഗൈസ് ഇന്നൊരു ഗൾഫിൽ പോകുന്ന വ്ളോഗാണ്. തണുപ്പും തൊണ്ടവേനായതുകൊണ്ട് കോളേജിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് നമ്മൾ നേരെ ജുമാക്ക് പോയി. പിന്നെ തൊണ്ടവേനൊക്കെ ഉള്ള കൽക്കണ്ടി ഒന്നാൻ പോയി. പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയി. നല്ല തണുത്ത കാറ്റും മഴയാണ്ടാന്ന് തോന്നുന്നു. നല്ല തൊണ്ടവേനയും തണുപ്പെല്ലാം പിടിച്ചിട്ടുള്ള അങ്ങനെ കുറച്ച് സൈഡായിട്ടുള്ള. പിന്നെ ഓരോരാൾ ഓരോ വഴിക്ക് വരാൻ തുടങ്ങി, ഓരോ കാറിലായിട്ട്. അങ്ങനെ പിന്നെ മെയിൻ പരിപാടി തുടങ്ങാൻ തുടങ്ങി, പെട്ടിയാട്ടൽ ചടങ്ങ്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് നല്ല വൃത്തിക്ക് മടക്കി വെച്ച് നമ്മൾ കസിൻസെല്ലാം കൂടിയിട്ട് പെട്ടീനുള്ളിൽ കുത്തി കയറ്റി. അങ്ങനെ കാര്യമെല്ലാം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന്. അപ്പോൾ ഓരോരാൾ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ സാധനം ബീഫും കാര്യങ്ങളെല്ലാം എത്തി, ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം എത്തി. അതെല്ലാം പെട്ടി കയറ്റി. ഈ മഹാനാന്ന് ഇന്ന് നൈറ്റ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. ചിരിക്കുന്നത് ശരിയാണ്ട. പിന്നെ പെട്ടിയും കാര്യങ്ങളെല്ലാം ഒരാൾ കയറ്റി നല്ല മഞ്ഞപ്പെട്ടിയെല്ലാം എടുത്തിട്ട് പോകുന്നു ചുള്ള. പിന്നെ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും തൂക്കാൻ തുടങ്ങി. പിന്നെ മൂത്ത കാരണന്മാരെല്ലാം വന്നപ്പോൾ പെട്ടിൻ്റെ നീളം മാറ്റി. സാധനങ്ങളെല്ലാം വെച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ മാറ്റിയ പെട്ടിൻ്റെ നീളം കൂടുതലാണ്, കുറച്ച് മുറിച്ച് മാറ്റണം. അങ്ങനെ എല്ലാം മുറിച്ച് ഫുള്ളും റാപ്പ് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ നമ്മളെ പേപ്പറിനെ പറഞ്ഞു വിടാൻ സമയമായി. അങ്ങനെ പിന്നെ ഓരോരാൾ ഓരോ പെട്ടിയായിട്ട് താഴേക്ക് കടന്ന്. അങ്ങനെ പിന്നെ കൂട്ടത്തിലുള്ള ഒരു കസിനും കൂടി പ്രവാസ ലോകം ആസ്വദിക്കാൻ പോയി. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നെ കെട്ടിപ്പിടിക്കൽ കൊടുക്കലാണ്. കെട്ടിപ്പിടിക്കൽ ചെയ്യിക്കാനെല്ലാം കൊടുത്ത് മൂപ്പർക്ക് പോകുന്നതിൻ്റെ വിഷമം കാര്യങ്ങളെല്ലാം ഉണ്ടായിന്, കാര്യമാണെന്നെല്ലാം ഉണ്ടായിന്. പിന്നെ നാണക്കേടല്ലേ. അങ്ങനെ ഷൂ എല്ലാം കാര്യങ്ങളെല്ലാം കെട്ടി നേരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് വിട്ട്. പിന്നെ പെട്ടിക്ക് സ്ട്രോങ് എല്ലാം ഉണ്ടോയെന്ന് ഞാൻ നോക്കി ചെക്ക് ചെയ്യണ്ടേ. പിന്നെ അങ്ങനെ വണ്ടിയെല്ലാം റെഡിയായി. കസിൻസെല്ലാം കൂടിയിട്ടാണ് പോകുന്നു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാൾ ഓരോ പെട്ടിയെല്ലാം എടുത്ത് ഡിക്കി കയറ്റി. അപ്പോൾ ഇതെല്ലാം തന്നെ മുസ്ലിദിനെ കൊണ്ടാക്കിയിട്ട് വരുന്ന നേരത്ത് മന്തി കഴിക്കാൻ കയറില്ല.